നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിലും തിരുവമ്പാടിയിലും മത്സരിക്കാനൊരുങ്ങി ഫ്രഷ് കട്ട് സമരസമിതി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം. ആദ്യപടിയായി രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കും. അനുകൂല സമീപനമില്ലെങ്കിൽ മത്സര തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി വ്യക്തമാക്കി. ഇരകളായ 4000 കുടുംബങ്ങളും അനുഭാവികളും ഒറ്റക്കെട്ടാണെന്നും മുന്നണികളുടെ ജയപരാജയം ഇരകൾ തീരുമാനിക്കുമെന്നും സമരസമിതി അവകാശപ്പെടുകയാണ്. അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോഴും അവിടെ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കുമ്പോൾ സമരസമിതി എന്താണ് പറയുന്നത്? നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ ആര് സഹായിക്കുന്നോ ആ സഹായിക്കുന്നവരെ സഹായിക്കാനാണ് ഞങ്ങൾ ആദ്യത്തെ തീരുമാനം. ഇനി അതല്ല, ആരും സഹായിക്കുന്നില്ല എങ്കിൽ സമരസമിതി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ അങ്ങനെയാണ്? കൊടുവള്ളി അതുപോലെ തന്നെ തിരുവമ്പാടി മണ്ഡലങ്ങളിൽ ഞങ്ങൾ നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളെ വോട്ടുകൾ നിർണായകമാണ്. ഞങ്ങൾക്കറിയാം ഈ ജനകീയ സമരസമിതിയുടെ കീഴിൽ എല്ലാ പാർട്ടിക്കാരുണ്ട്. ആ എല്ലാ പാർട്ടിക്കാരും ഇതിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. 4000 കുടുംബങ്ങൾ, ഏകദേശം 10, 15,000, 20,000 വോട്ടുകൾ അവർ തന്നെ, അവരെ കുടുംബങ്ങൾ. കാരണം പിന്നെ ഈ കൊടുവള്ളിയും പിന്നെ തിരുവമ്പാടിയിലും പടർന്നു കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ അത്രത്തോളം വിഷമം അനുഭവിച്ച് ഈ വിഷവാതകം ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവരുടെ കുടുംബങ്ങളൊക്കെ സഹായിക്കും. ഇപ്പം അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനീസ് അലി, ഈ പാർട്ടികൾ സഹകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഏത് തരത്തിലുള്ള സഹകരണമാണ് അവരാവശ്യപ്പെടുന്നത്? നിഷാദ്, നിലവിൽ ഇന്നലെ അവർ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അതുപോലെ തന്നെ സാദിഖലി തങ്ങളെയും പാണക്കാട് എത്തി കണ്ടിരുന്നു. ആ സമയത്ത് അവർ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് കട്ടിന് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകണം. അത് കട്ടിപ്പാറ പഞ്ചായത്തിന് നൽകാവുന്ന കാര്യമാണ്. കട്ടിപ്പാറ പഞ്ചായത്തിന്റെ സെക്രട്ടറി അതിൽ നിയമലംഘനങ്ങൾ നടക്കുന്നതായി കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പഞ്ചായത്തുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാമായിരുന്നു. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് നിലവിൽ UDF ആണ്. നിലവിൽ UDFിനോട്, അതായത് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കണ്ടപ്പോൾ അവർ ആവശ്യപ്പെട്ടു ഫ്രഷ് കട്ട് സമരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടുള്ളത് സ്റ്റോപ്പ് മെമ്മോ നൽകണം എന്നുള്ളതാണ്. ഇങ്ങനെ കമ്പനി അടച്ചുപൂട്ടുന്നതിന് അനുകൂലമായ സമീപനങ്ങൾ ആര് കൈക്കൊള്ളുന്നോ അവരോടൊപ്പം നിൽക്കും. ഇങ്ങനെ കഴിഞ്ഞ 6 വർഷമായി രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളോട് സ്വീകരിച്ച സമീപനത്തിൽ അവർക്ക് വിശ്വാസക്കുറവുണ്ട്. അതായത് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തങ്ങളെ കൈവിട്ടു എന്ന ഒരു തോന്നൽ ഈ നാട്ടുകാർക്കിടയിലുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ സമരസമിതി ആ വികാരത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കൽ നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു അനുകൂല സമീപനം, കൃത്യമായ മൂർത്തമായ വാക്കുകൾക്കപ്പുറം കൃത്യമായ ഒരു മൂർത്തമായ നിലപാടെടുക്കുന്നില്ല എങ്കിൽ കൊടുവള്ളിയിലും അതുപോലെ തന്നെ തിരുവമ്പാടിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താൻ ഫ്രഷ് കട്ട് സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് വലിയ തരത്തിലുള്ള ആലോചനകൾ മാസങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് തീരുമാനം എത്തിയിട്ടുണ്ട്. ഇന്ന് സമരസമിതി പ്രവർത്തകരോടും അതുപോലെ പ്രദേശവാസികളോടും നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ആളുകൾ വളരെ സജീവമായി തന്നെ ഈ ഒരു നിർദ്ദേശത്തിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നതായ സൂചനകളാണ് പുറത്തു വരുന്നത്. അവരെല്ലാവരും തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരും. ആ സമരസമിതിയിലുള്ളവർ നമുക്കറിയാം പല രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകളാണ്. അത് ആ എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് ഫ്രഷ് കട്ട് എന്നൊരു കോസിന് പിന്നിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഇപ്പോൾ ആ നാട്ടുകാർ, അത് ആ പ്രദേശവാസികളുടെ ജീവനവുമായി ബന്ധപ്പെട്ട സമരസമിതിയുടെ ആവശ്യങ്ങളെ ആത്മാർത്ഥമായി പരിഗണിച്ചിട്ടില്ല എങ്കിൽ സ്വന്തമായിട്ട് മത്സരിക്കേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.